ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉണക്കമീൻ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് സ്രാവാണ് എടുത്തേക്കുന്നത്. നമ്മൾ നല്ലോണം തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് രാവിലെ ആയപ്പോഴത്തേക്കിന് മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ നമുക്ക് വെച്ച് കൊടുക്കണേ. ഉപ്പ് ചേർക്കണ്ട, ഉപ്പ് ചേർക്കല്ലേ. നമ്മൾ ഉണക്കമീൻ ഓൾറെഡി ഉപ്പുള്ളതും കൊണ്ട് ഉപ്പ് ഒട്ടും ചേർക്കണ്ട. ഞാൻ ഒട്ടും ഉപ്പ് ചേർത്തിട്ടില്ല. അപ്പം മീൻ ഒന്ന് എണ്ണയ്ക്കകത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളുടെ ചട്ടിയിൽ മീൻ ഇങ്ങനെ ഫ്രൈ ചെയ്തപ്പോൾ ഉണക്കമീൻ ആയതുകൊണ്ടാണ് ഈ ഒട്ടിപ്പിടിക്കുന്നത്. എത്ര നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്താലും അതിൻ്റെ ആ ഉപ്പുള്ളത് കൊണ്ടാണ് ഈ ചട്ടിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു വരുന്നത്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉപ്പിൻ്റെ ഇതായതുകൊണ്ടാണ്. പക്ഷെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇപ്പം ഞാൻ ഒരു 6 to 8 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഉണക്കസ്രാവ് വറുത്തെടുത്തിട്ടുണ്ട്. കടുക്, വറ്റൽമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കായം പൗഡർ. അപ്പം നമ്മൾ ആദ്യം വേണ്ടിയത് കടുകും വറ്റൽമുളകും കരിവേപ്പിലയും കൂടെ എണ്ണയ്ക്കകത്ത്, ഞാൻ അതേ എണ്ണയാണ് ഉപയോഗിച്ചേക്കുന്നത്. മീൻ ഫ്രൈ ചെയ്ത എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ കടുകും കരിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കരിവേപ്പില ഒന്ന് ഫ്രൈ ചെയ്ത് ആവുന്നിടം വരെ കടുകൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്കിന് ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിക്കകത്ത് അംശം പോലും വെള്ളമില്ലാതെ നമ്മൾ നല്ലോണം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരുവിധ ഗാർലിക്കൊക്കെ ഒന്ന് നല്ലോണം ബ്രൗൺ ഒന്ന് ആയി കഴിയുമ്പോഴത്തേക്കിന് വേണം നമുക്ക് മസാല പൗഡറൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇത് കണ്ടോ, നമ്മളുടെ ഗാർലിക്ക് ഒന്ന് ഞെക്കിയപ്പോഴത്തേക്കിന് അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ കൂടാതെ ബ്രൗണിഷ് ലൈറ്റ് ബ്രൗണേ ആകാവുള്ളേ. അപ്പം നമ്മളുടെ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് മഞ്ഞൾപ്പൊടിയും കശ്മീരി മുളക് പൊടി അതൊരു 3 വലിയ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ കായം പൗഡറും പിന്നെ ഉലുവാപ്പൊടിയും. ഇതെല്ലാം 4 പൗഡറുണ്ട്. കായം പൗഡർ, ഉലുവാപ്പൊടി, കശ്മീരി മുളക് പൊടി, പിന്നെ മഞ്ഞൾ. ഈ 4 പൊടികൾ നമ്മൾ ചേർക്കുമ്പോഴത്തേക്കിന് തീ ഏറ്റവും സിമ്മി വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമ്മളുടെ ആ മസാല ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ വറുത്ത് വെച്ച മീനും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം നല്ലോണം എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ ഇങ്ങനെ ബബിൾസ് മാതിരി കാണുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്നെല്ലാം കൂടെ ഒന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടി. അങ്ങനെ ഇപ്പം ഞാനൊരു 2-3 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നു. അപ്പോഴത്തേക്കിന് ഞാൻ ഒരു 1/2 കപ്പ് വിനെഗറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നമ്മൾ വിനെഗർ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തീ ഓഫ് ചെയ്യാം. പിന്നെ തീ ഒന്നും തിളയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മളുടെ അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അച്ചാർ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഡ്രൈ സ്പൂൺ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ അച്ചാർ വെക്കുന്ന കണ്ടെയ്നർ വെയിലത്ത് ഉണക്കിയിട്ട് വേണം നമ്മൾ അച്ചാറൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി. അപ്പോഴത്തേക്കിന് നമുക്ക് ഈ അച്ചാറൊക്കെ ഒരു 3.5-6 മാസം വരെ നമുക്ക് ഈ അച്ചാറൊക്കെ ഇരിക്കും. നമ്മൾ എടുത്തു കഴിയുമ്പോഴത്തേക്കിന് കണ്ടെയ്നറിൻ്റെ അടപ്പ് നല്ലോണം ടൈറ്റാക്കി ഫിറ്റാക്കി വെച്ച് കൊടുക്കുക. കൂടാതെ ഡ്രൈ സ്പൂൺ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മളുടെ സ്രാവ് പിക്കൽ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും വേറെ വീഡിയോയിലേക്ക് കാണാം. താങ്ക്